ശരി, നമസ്കാരം. ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതെങ്ങനെ പോകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ വയ്യ. എന്നിട്ട് ടീച്ചർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമുക്ക് പ്രതിസന്ധികളെ നേരിടുമ്പം കരഞ്ഞു വിളിച്ചുകൊണ്ട് നേരിട്ടിട്ട് കാര്യമില്ലല്ലോ. പ്രതിസന്ധികൾ ഉണ്ടാകും, അത് നേരിടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അങ്ങനെ നേരിടുമ്പം നമുക്ക് എത്രമാത്രം ശാസ്ത്രീയമായും എത്രമാത്രം ആസൂത്രിതമായിട്ടും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒന്ന്. രണ്ട്, ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുമോ, ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ സാധിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിസന്ധിയിൽ പതറിപ്പോയാൽ പ്രതിസന്ധി കൂടില്ലേ? അതുകൊണ്ട് പതരാതെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നയമാണ് ആ കാര്യത്തിൽ ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അതെ 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 വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളത് മാത്രമല്ല, ഇതിനെ നേരിടും. എന്നിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും എന്ന സമീപനാണ് ഞങ്ങളെല്ലാം മാതൃകയായിട്ട് സ്വീകരിക്കുന്നത്. കോവിഡിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം. ടീച്ചറെ എല്ലാവരും ഒരുപാട് ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിരീക്ഷിക്കുന്നു, ടീച്ചറെ നിരീക്ഷിക്കുന്നു, ഗവൺമെന്റിനെ നിരീക്ഷിക്കുന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളെ ഞാനിപ്പം കൊണ്ടുവരാം, വരട്ടെ. കോവിഡ് പ്രതിരോധം വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. സാധാരണ ഒരു കാലത്തും ഒരു ആരോഗ്യമന്ത്രിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളല്ല ടീച്ചർക്ക് നേരിടേണ്ടി വരുന്നത്. ടീച്ചർ ഒട്ടും ധൈര്യം വിടാതെ, ആവേശം വിടാതെ, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ടീച്ചർക്ക് ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ഈ ബാധ്യത അല്ലെങ്കിൽ ഇതൊരു വലിയ ചുമതലയാണ്, ഭാരമാണ് എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും വരുന്ന ആളല്ല, നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ്. പക്ഷെ അദ്ദേഹം ടീച്ചറോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ കൂടി ഈ ഷോയിൽ വന്നിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ഒരു ബാധ്യതയാണെന്ന് തോന്നിയില്ല സർ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതൊരു കൂട്ടായ പ്രയത്നമാണ്, എല്ലാം ഒരുമിച്ച് ചേർന്ന് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ചലഞ്ചസ് കൈകാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചിലപ്പോൾ ഒരു ആത്മസംതൃപ്തി, ഒരു സംതൃപ്തി. കാരണം ഈ വലിയ ചലഞ്ചസ് നമ്മൾ നേരിടുന്നു. ചിലപ്പോൾ തോറ്റു പോകുമോ എന്ന് ചോദിച്ചാൽ തോൽക്കാൻ പാടില്ല എന്ന വാശിയിലുള്ള മുന്നേറ്റമാണ് അതിനകത്ത് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം. ഇത് മനുഷ്യൻ്റെ ജീവൻ സംബന്ധിച്ച പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് അകമഴിഞ്ഞ് ഇടപെടേണ്ടതായിട്ട് നമുക്ക് ചോദിച്ച പോലെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിലൊന്ന് ഇതൊക്കെ എങ്ങനെ എന്നൊക്കെയുള്ള ഒരു തോന്നൽ, അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ശ്രീ മമ്മൂട്ടിയെ പോലുള്ള ഒരുപാട് ആളുകൾ, പ്രതിഭകളായിട്ടുള്ള ആളുകൾ, അവരെല്ലാം വിളിച്ചൊരു ചെറിയ വാക്ക് നമ്മളോട് പറയുന്നു, ധൈര്യമായിട്ട് മുന്നോട്ട്. എന്നെ വിളിച്ചിട്ടുണ്ട് ഈ വലിയ വിഷമം വന്ന ഘട്ടത്തിൽ. പറഞ്ഞു, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. എന്ന് വെച്ചാൽ ഈ സമൂഹം ഉണ്ട് കൂടെ എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും കൂടിയാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെല്ലാം ഉണ്ട്, ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ളതിലല്ല, പ്രശ്നത്തോടെ ഏറ്റുമുട്ടുക, വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും തോറ്റുപോകും. അതുകൊണ്ടാണ് അങ്ങനെ ഭയപ്പെട്ട് മാറിയിട്ടില്ല. ഇത്രയും പേര് നമ്മളെ നിരീക്ഷിക്കാനുള്ള സമയത്ത് നമുക്കൊരു പതറലിൻ്റെ പ്രശ്നമില്ല. അതെ, നല്ല സാഹസികമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേവരെ ചെയ്തിട്ടുള്ള, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ അതിനൊരു ഫലം കിട്ടും എന്നുള്ള ഒരു അനുഭവമാണുള്ളത്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പൂർവാധിക ശക്തമായിട്ട് മുന്നോട്ട് പോവുക. നമ്മളാരും ഒറ്റക്കല്ല, ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വലിയ ടീം, ഒരു വലിയ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് ശ്രീ മമ്മൂട്ടിയൊക്കെ പോലെയുള്ള ആളുകൾ നമുക്ക് വലിയൊരു ആവേശമാണ്, സഹായമാണ് എന്നുള്ള കാര്യം കൂടി പറയാൻ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള. ടീച്ചറെ, മമ്മൂക്കയ്ക്ക് ശേഷം ഒരു പക്ഷേ ടീച്ചറെ ഒരുപാട് കരുത്തും ആത്മവിശ്വാസം തരുന്ന വേറൊരാളും കൂടി വരുന്നു. നോക്കട്ടെ നമുക്ക്. നമസ്കാരം ബ്രിട്ടാസ്. നമസ്കാരം ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറോട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നമസ്കാരം എന്നുള്ളതിനെക്കാട്ടിലൊക്കെ മുമ്പ് ഈ ലോകത്തുള്ള ഓരോ മലയാളിയും പറയേണ്ടത് 1000 നന്ദിയാണ്. അത്രയും ഫലപ്രദമായിട്ടാണ് ഈ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ ലോകത്ത് തന്നെ ഈ ഒരു COVID-19 എന്ന ഒരു വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായി ഇതിനെ നേരിടുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം കേരളം. അതിലേറെ അഭിമാനമുണ്ട്. അത് പറയാനായിട്ട് ഞാൻ ഇടയ്ക്ക് ടീച്ചറെ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന്
അത്രയും തിരക്ക് പിടിച്ച എനിക്ക് ഉറപ്പാണ് ഒരു ആയിരക്കണക്കിന് ഫോൺ കോളും മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ അതിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലും ടീച്ചർ സ്നേഹപൂർവ്വം എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത് പുസ്തകങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ കുഞ്ഞെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സ്നേഹത്തോടെയാണ് എന്നും ടീച്ചർ എന്നോടും പെരുമാറിയിട്ടുള്ളത്. അതിലപ്പുറം 10,000 മടങ്ങ് സ്നേഹവും ബഹുമാനവും എനിക്ക് തിരിച്ച് ടീച്ചറോടും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാൻ വലിയ ഭയങ്കര ടെക്നിക്കലോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്കറിയില്ല. എനിക്ക് അന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ടീച്ചർ സ്വന്തം ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഇത് വാർത്തകളും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാറുണ്ട്. ടീച്ചർക്കൊക്കെ ഇതിനുള്ളൊരു സമയം കിട്ടാറുണ്ടോ? ഈ ഓരോ ദിവസവും പുതിയ പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും ടീച്ചർക്ക് ഉറങ്ങാൻ സമയം കിട്ടാറുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണെങ്കിലും ഇതേപോലെ തന്നെ ഭംഗിയായി എഫിഷ്യൻ്റായി കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ കേരളത്തിലെ മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും അഭിമാനമായി എന്നും നിലകൊള്ളാനുള്ള ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മനസ്സ് നിറഞ്ഞ നന്ദി ശൈലജ ടീച്ചറോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരം തന്നതിന് ബ്രിട്ട സാറിനും നന്ദി. താങ്ക് യു മഞ്ജു. നന്ദിയുണ്ട് മഞ്ജു. എത്ര പേരാണ് മമ്മുക്ക, മഞ്ജു. മഞ്ജുവിനോട് എനിക്കൊരു പ്രത്യേകിച്ചൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. കാരണം ഒരു പെൺകുട്ടി ജീവിതത്തിൽ തളർന്നു പോകാതെ എന്തൊരു ഒരു ഒരു വാശിയോടെയും അതുപോലെ തന്നെ മഞ്ജു ടീച്ചറിന്റെ റോൾ മോഡലാണ് ഇപ്പം. എനിക്ക് തീർച്ചയായിട്ടും മഞ്ജുവിനോട് ഭയങ്കര അതാണ്. അത് എനിക്ക് നന്നായിട്ട് വായിക്കും. അഭിനയത്തെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ഈ കാര്യത്തിലും ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മഞ്ജു താല്പര്യം കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. മഞ്ജു എന്നോട് ചോദിച്ചു ഉറങ്ങാൻ കഴിയാറുണ്ടോ, ഒരു ശരിക്കും ഒരു മക്കൾ അമ്മയോട് പറയുമ്പോൾ ഒരു സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ ഓർമ്മ വന്നത് എന്നെയല്ല, 100 കണക്കിന് പ്രവർത്തകർ, അവർ ഡോക്ടർമാർ, നഴ്സുമാർ, JPHമാർ, JHIമാർ, അതുപോലെ ആശാ വർക്കർമാർ, അവരുടെ ഒരു ത്യാഗപൂർണമായ പ്രവർത്തനം. എപ്പോഴും നമ്മൾ പറയും അവരാണ് ഇതിനകത്തെ റിയൽ ഹീറോസ്. അപ്പോൾ അവരൊന്നും ഉറങ്ങുന്നില്ല നേരാൻ വണ്ണം. അവർക്കൊന്നും ഇപ്പോൾ ഈ കൊറോണ പോസിറ്റീവ് വാർഡിൽ ജോലി ചെയ്യുന്ന, ഐസൊലേഷൻ വാർഡിൽ ജോലി ചെയ്യുന്നവർക്ക് വീട്ടിൽ പോകാനോ കുഞ്ഞുങ്ങളെ താലോലിക്കാനോ ഒന്നും പറ്റില്ല. ആ ജോലിയും കഴിഞ്ഞ് 14 ദിവസത്തെ ക്വാറൻറ്റൈനും കഴിഞ്ഞ് എന്നിട്ട് മാത്രമേ അവർക്ക് അവരുടെ വീട്ടിൽ പോകാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള 100 കണക്കിന് പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ്. അത് ആരോഗ്യ മേഖലയുള്ളവർ മാത്രമല്ല, പോലീസ്, അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒക്കെ. അപ്പോൾ 100 കണക്കിന് മനുഷ്യരുടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലുള്ള ഒരു പ്രവർത്തനം അതിലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സ്ട്രെസ് റിലീസിന് വേണ്ടി ഇവരൊക്കെ വിളിച്ചിരുന്നു. മഞ്ജു വന്നിരുന്നു, നന്നായിട്ട് സംസാരിച്ചു അവരോട്. അപ്പോൾ അവർക്ക് കുറേ നേരത്തേക്ക് അവരുടെ മനസ്സിലുള്ള ഈ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, ജീവിതത്തിൽ ഇങ്ങനെ ഒരേ കാര്യം ചെയ്ത് പോവുകയാണ് കുറേ നാളായിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി മഞ്ജുവിനെ പോലുള്ള ആളുകളൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ടീച്ചർ റോൾ മോഡലാണ്, പക്ഷേ ടീച്ചർക്ക് മഞ്ജു റോൾ മോഡൽ. തീർച്ചയായിട്ടും ആ കുട്ടി അങ്ങനെ ജീവിതത്തിൽ വിജയിച്ചു വരുന്നത് കാണുമ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണാൻ. മഞ്ജു ഇപ്പോൾ വിളിച്ചതിലും ഇപ്പം പറഞ്ഞതിലും എൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ടീച്ചർക്ക് കുറേയും കൂടി ധൈര്യം പകരാൻ കൂടിയാണ് ഞങ്ങൾ ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാരണം വെച്ചാൽ ഇൻസ്പയർ ചെയ്യാം. ഇതിനൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു മെഴുതിരികൾ കത്തിക്കുമ്പോൾ നമുക്ക് വെളിച്ചം കൂടുതൽ കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മളെ ഈ പരസ്പരം ഇങ്ങനെയുള്ള ആശയവിനിമയങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, പിന്തുണ, അതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ എനിക്ക് പിന്തുണ തരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ടീമിനാകെ പിന്തുണ തരുക എന്നുള്ളതാണ്. എൻ്റെ സെക്രട്ടറി മുതൽ എൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ഹെൽത്തിൻ്റെ ടീമിനാകെ പിന്തുണ തരുക എന്നാണ്. എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, ടീച്ചർ ഒരു മേഖലയും വിട്ടുപോകാറില്ല. ടീച്ചർ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഒക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് ആ ഒരു കുട തുറന്ന് വെക്കുന്ന പോലെയാണ്. അതിന് കീഴിൽ വരേണ്ട എല്ലാ ആൾക്കാരെയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ഒരു നന്ദി പ്രോഗ്രാം പോലും നടത്തുന്നത്. ഇത്ര സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് ടീച്ചർ ഒരുമിച്ചാണ്. അതാണ് നമ്മൾ അവരിൽ നിന്ന് വേറിട്ടിട്ട് എനിക്കൊന്നും ഇല്ല എൻ്റെ പ്രവർത്തനത്തിൽ, എന്നിൽ നിന്ന് വേറിട്ടിട്ട് അവർക്കും ഇല്ല. അപ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ്, ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമാവണമെങ്കിൽ മന്ത്രി മുതൽ നമ്മുടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരടക്കമുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിലൂടെ മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതെല്ലാം ചേർന്നാലേ പ്രവർത്തനം പൂർണ്ണമാവും. എനിക്കെപ്പോഴും ഓർമ്മ വരുന്നു, ടീച്ചർ എനിക്ക് വന്ന ഒരു പാതിരാത്രിയിലാണ്, ഒരു പത്രസമ്മേളനത്തിലൂടെയാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. അതെ അതെ, തുടക്കം തന്നെ വല്ലാത്തൊരു സമയത്തായിരുന്നു. കാരണം വെച്ചാൽ
അത്രത്തോളം അലേർട്ടായിട്ട് ജനങ്ങൾ ഇരിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അതിലൂടെ കൊടുത്തത്. നമുക്ക് പാഴാക്കാൻ ഒട്ടും സമയമില്ല എന്നുള്ളതാണ്. തൃശ്ശൂരായിരുന്നു. കാരണം വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിട്ടുണ്ട്, കോവിഡ് പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നത്. തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെയായിരുന്നു. ഞാനും മിനിസ്റ്റർമാരും ഒക്കെ ഇവിടെ അസംബ്ലി നടക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു. അപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തിട്ട് പോയാൽ പ്ലാനിങ്ങിനും ഈ ആളിനെ ഐസൊലേറ്റ് ചെയ്തതിൻ്റെ കോൺടാക്ട് ട്രേസിങ്ങിനും ഒക്കെ അത്രയും വൈകും. അപ്പോൾ അതുകൊണ്ട് പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ AC മൊയ്തീൻ മിനിസ്റ്റർ, അതുപോലെ തന്നെ സുനിൽ കുമാർ ഇവിടുന്നും, രവീന്ദ്ര മാഷ് അന്നെന്തോ ഒരു ആവശ്യത്തിന് കോഴിക്കോട് പോയതായിരുന്നു. മാഷെ വിവരം അറിയിച്ചു. മാഷ് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടും വന്നു. ഞങ്ങൾ 9:30 ഫ്ലൈറ്റിനാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പം നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് ബൈ റോഡ് പോകണമല്ലോ. റോഡ് വഴി അവിടെ എത്തുമ്പോഴേക്കും 12 മണിയോളം ആയിരുന്നു. അപ്പോൾ പിന്നെ രാത്രി തന്നെ എല്ലാവരും വന്നിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോയവരല്ല, അവിടെ ചോടിമാരെല്ലാവരും ഉണ്ട്, പെരിഫറിയിലുള്ള സൂപ്രണ്ടുമാർ ഇവരെല്ലാം ഉണ്ട്, ഡോക്ടർമാരെല്ലാം ഉണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും മീറ്റിങ്ങിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ വിശദമായിട്ട് പിറ്റേന്നേക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2.15 ആയിട്ടുണ്ടാവും പിരിയുമ്പോൾ. മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ എല്ലാം തീരുമാനിച്ചു. അന്ന് തുടങ്ങിയതാണ്, ഇതുവരെ തുടങ്ങിയതാണ്, അവസാനിച്ചിട്ടില്ല. അതെ അതെ, അന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴും അതെ, ഞാൻ ഇപ്പോഴും വരുന്നത് കലക്ടർമാരും അതുപോലെ തന്നെ DSOമാർ, DMOമാർ, DME എല്ലാം ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ്, ഒരു അവലോകനം. നമ്മുടെ CFLTCകളൊക്കെ പൂർണ്ണമായോ, ടെലിമെഡിസിനൊക്കെ എങ്ങനെ അതിൻ്റെ കൂടുതൽ ആളുകൾ എയർപോർട്ടിൽ വരുമ്പം നമ്മുടെ അത് വരുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രവാസികളുടെ വരവും അത് സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്നത്. 2-3 ലക്ഷം പ്രവാസികൾ കൂടി വരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ ശതമാനക്കണക്ക് നോക്കുമ്പോൾ പ്രവാസികൾ, അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ അവരുടെ ആ വരവിൽ ഒരുപാട് കോവിഡ് രോഗികൾ കൂടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചർച്ച ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ഗൾഫിലുണ്ട്, അവരെല്ലാം ഇങ്ങോട്ട് വരാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിദേശത്ത് താമസിക്കുന്നവരെ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതിയത്. തുടരെ 2-3 തവണ അങ്ങനെ ഒരു എഴുത്ത് അയച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടു, അവർ സമ്മതിക്കുകയും ചെയ്തു, കൊണ്ടുവരാനും തുടങ്ങി. ഇപ്പം നമ്മുടെ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പം മെയ് 7-ാം തീയതിയോടുകൂടി ഫ്ലൈറ്റ് വരാൻ തുടങ്ങി. മെയ് 4-ന് തന്നെ ഈ ഇൻ്റർസ്റ്റേറ്റ് പിന്നെ ട്രാൻസ്പോർട്ട് ആരംഭിച്ചിരുന്നു. എന്നാൽ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് മെയ് 7 മുതലാണ് വരാൻ തുടങ്ങിയത്. അപ്പോൾ വരുമ്പോഴായാലും ഇവിടെ എത്തുമ്പോഴായാലും ഇവിടെ താമസിക്കുമ്പോഴായാലും ഇതൊരു വല്ലാത്ത വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ പാലിക്കണം. അത് നമ്മൾ മുഖ്യമന്ത്രി ആയാലും എല്ലാവരായാലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ നിബന്ധനകളോടുകൂടി ആളുകൾ വന്നാൽ, ഇപ്പോൾ എന്ത് തന്നെയായാലും ഈ വരുന്നവരുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനം പോസിറ്റീവ് ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടത് അങ്ങനെ ഇത്ര ലക്ഷം ആളുകൾ വരുമ്പോൾ ഇത്ര പോസിറ്റീവ് കേസ് ഉണ്ടാകാം. കൃത്യമായിട്ട് നമ്പറൊന്നും പറയാൻ പറ്റില്ല. അവരിലൊരു വലിയ ശതമാനം പോസിറ്റീവ് കേസ് ഉണ്ടാവാം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ വരുമ്പോൾ ആലോചിക്കാമെന്നല്ല കണ്ടത്. അങ്ങനെ വന്നവരെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ക്വാറന്റൈൻ ചെയ്യാൻ ശ്രമിച്ചു. ചിലപ്പോൾ ചില കുടുംബങ്ങളുമായിട്ട് സഹകരിക്കാതെ പിന്നീട് എല്ലാവർക്കും പിന്നീട് ആ ബോധത്തിലേക്ക് നമ്മുടെ നാട്ടുകാരെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിലെ അപൂർവം ചിലരാണ് ഇതെല്ലാം ലംഘിക്കുന്നവർ. എന്നാൽ മഹാഭൂരിപക്ഷം പേരും അനുസരിക്കുന്നവരാണ് ക്വാറന്റൈൻ വ്യവസ്ഥകൾ. പക്ഷേ ആദ്യത്തെ ആ കേസിൽ അപ്പോൾ നമുക്ക് മെയ് മാസത്തിന് മുമ്പുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ 499 പോസിറ്റീവ് കേസുകളാണ് കിട്ടിയത്. ഒരു 2 ലക്ഷത്തിനടുത്ത് ആളുകൾ വന്നതിൽ നിന്ന് നമുക്ക് അത്രയാണ് കിട്ടിയിരുന്നത്. ആ പോസിറ്റീവ് കേസുകളിൽ 3 പേര് മാത്രമേ മരണപ്പെട്ടു പോയിട്ടുള്ളൂ. അതെ അതെ, അതിന് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദൈനംദിന അവലോകനങ്ങൾ, അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉത്തരവാദിത്തം, താഴെ തലത്തിൽ പഞ്ചായത്തിൽ വാർഡ് തല സമിതികൾ, ആ കമ്മിറ്റിക്കകത്തുള്ളവർ വീടുകളിൽ പോയി നോക്കുന്നു, വോളണ്ടിയർമാർ, കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർ ക്വാറന്റൈൻ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട നന്ദി പറയേണ്ടത് നമ്മുടെ പോലീസിനോടാണ്. പോലീസ് ബൈക്ക് പട്രോളിംഗ് ഉണ്ട്, മോട്ടോർ ബൈക്കുകളിൽ പിന്നെ പോലീസ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ഇത്ര വീട്ടിന് ഒരാളെന്നുള്ള നിലയിൽ. അവിടെ ചെന്ന് ക്വാറന്റൈനിലുള്ള ആളുകളോട് ഉപദേശിക്കുകയും അവരെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അതനുസരിക്കാത്തവർക്കെതിരെ കേസെടുക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷൻ കേസ് വളരെ കൂടുതലായിട്ട് വരുമായിരുന്നു. ഈ നമ്പർ വെച്ചിട്ട് ചില ആൾക്കാർ, അതായത് ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഒരു പീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്ക് ഈ നമ്പറുകൾ മാറാം എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഈ തരത്തിലുള്ള വിജിലൻസ് തുടർന്നാൽ നമുക്ക് ആ പീക്കില്ലാതെ നോക്കാം. എന്നാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു 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 അലസതയോ അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഈ പറയുന്ന വാർഡ് തല സമിതി ശക്തമായി പ്രവർത്തിക്കുന്നില്ല, അങ്ങനെയെല്ലാം വരുമ്പോൾ അവിടെ ക്വാറന്റൈനിൽ കിടക്കുന്നവർ പുറത്തേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ വന്നാൽ ഈ പീക്ക് ഉണ്ടാവും. മറ്റൊരു ബുദ്ധിമുട്ട് നമുക്കുള്ളത് അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ ഈ സർവൈലൻസിന് കീഴിൽ വരാതെ
ചിലപ്പോൾ ഊടുവഴികളിലൂടെയൊക്കെ തമിഴ്നാട്ടിൽ ആൾക്കാർ നുഴഞ്ഞു വരുന്നുണ്ട്. വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾ അകത്തേക്ക് വന്നാൽ അവർ നമ്മളോട് റിപ്പോർട്ട് ചെയ്യാതെ വന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അവർ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകും. അങ്ങനെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ലാതെ സൂക്ഷിച്ചാൽ നമുക്ക് പേടിക്കാനില്ല. കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ലാതിരിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതിനാണ് കൂട്ടായ്മ വേണ്ടത്.